ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു. അപ്പോൾ ഇന്നാണ് ആ ദിവസം ഞങ്ങൾ കാത്തിരുന്ന് റെഡിയായി പ്രിപ്പയർ ആയ ദിവസം. ഷെബു, ഇന്ന് നമ്മളെ അഷിൻ്റെ കല്യാണമാണ്. എല്ലാവിധ ആശംസകളും. അപ്പോൾ അതങ്ങനെ ഞാനും ഷെബൊക്കെ റെഡിയായി. അതിമോനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അതും ഉമ്മാനപ്പം അങ്ങോട്ട് തറവാട്ടിൽ പോയിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഷെബു മാത്രമേ ഉള്ളൂ. ഏകദേശമൊക്കെ സമയമായിട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഷെബുവിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിച്ചാണ്. ഇൻ്റെതും ഇതേമാതിരി മൊത്തം ഇവിടുത്തെ കസിൻസ് എല്ലാവരും ഒരൊറ്റ കോസ്റ്റ്യൂമാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഈ ഒരു ഇങ്ങനത്തെ ഒരു ജുബ്ബ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഷെബുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കാണിച്ചു തരാം. പിന്നെ എൻ്റെ കാണിച്ചു തരാം. ഞാനും അതും ഒക്കെ സെയിം ആട്ടോ. പിന്നെന്താ നാട്ടിൽ നിന്ന് അല്ല ഇമ്മീറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മളെ കസിൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് പൊളിക്കും ഞങ്ങൾ. പക്ഷെ പുറത്ത് ചെറിയൊരു ചാറ്റലുമായ ഉണ്ട്. സമയമായിട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ചെറുക്കനെ നിക്കാഹുണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയല്ല എല്ലാവരും ബാക്കി വിശേഷങ്ങളും കാരണം. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും കേട്ടോ. ഷെബുവിൻ്റെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ഓ ക്ലോസപ്പിൽ അടിപൊളിയാക്കണടി, മാഷാ അല്ലാ. സാരി കുറേ കാലത്തിന് ശേഷം ഷെബു സാരി എടുത്തിട്ടൊക്കെ ഇറങ്ങണേ അല്ലേ, അടിപൊളി. അപ്പം ഞാൻ കോസ്റ്റ്യൂം അടിച്ചടി എങ്ങനെ ഉണ്ടെന്നല്ലോ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ജുബ്ബിട്ടിട്ട് ഞാൻ കുറേ കല്യാണത്തിന് ശേഷം പിന്നെ ആദ്യമായിട്ട് ജുബ്ബ ഇടുന്നത് കേട്ടോ. എനിക്കൊരു കംഫർട്ടബിൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഷെബു പറഞ്ഞ എല്ലാവരും കസിൻസ് ഒക്കെ ഇടല്ലേ ഫോട്ടോത്തിൽ അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടിരുന്നപ്പോ ഇട്ടതാണ്. രസമുണ്ടോ? അപ്പൊ ഇനി ഏതായാലും ആദുവിന്റെയും ഇമ്മാനെയും എല്ലാവരും അടിപൊളി ആയിരിക്കും എന്ന് കരുതുന്നില്ലേ. അതിൽ പോയോക്ക ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പോണ വൈക്ക്. ആദുകുട്ടാ ഇഞ്ചകുട്ടി ജുബ്ബൊക്കെ ഇട്ട് ചുരുക്കായിക്കോട്ടെ, മാഷാ അല്ലാ. ചോട്ടബായി ഉറങ്ങാണ്. ചോട്ടബായിക്കും ജുബ്ബ അടിപ്പിച്ചണ്ടി ഇല്ലടി, അടിപൊളി. അപ്പൊ ഏതാണ് ഓഡിറ്റോറിയത്തേക്ക് പോയോണ്ടിരിക്കണേ. ചെന്നിട്ട് നിക്കാഹാണ്. പുതിയണ്ണ് വരുന്നുള്ളൂ. താത്തണ്ടാടന്നോ? സെറ്റാടാ. ഞാനെങ്ങനെയുണ്ട്? അടിപൊളിയാ, മാഷാ അല്ലാ. സൂപ്പർ ആയിക്കടി. ചൊറുക്കിന്റെ കട്ട അന്നു ചൊറുക്കിന്റെ കട്ടടി. അടിപൊളി. വാ വാ വാ. എൻട്രി എൻട്രി ഇത് ഫുൾ ടൈം കവറിംഗ് ആണ്. ചെറുക്കനും പെണ്ണും സെറ്റ്. ഹായ് എല്ലാരും കാണിച്ചാണ്. അടിപൊളി. എല്ലാരും സൂപ്പർ ആയിക്കണേ. എല്ലാരും തിളങ്ങാണ് ഇട്ടൊന്ന്. ചെറുക്കാണ് എത്തിക്കണേ. ഷിപ്പോടാ കുട്ടി. റാഫിയ അടുത്ത പുതിയ ചക്കൻ. മാഷാ അല്ലാ. അല്ല നമ്മളല്ലേ പടച്ചോനെ. ഇത് സർപ്രൈസ് ആയിട്ടോ. മാമി ഇപ്പോഴും മെസ്സേജ് അയച്ചിന്. റൈന മാമിനോട് കൊടുത്താ മൈനിന്ന്. സുട്ടാപ്പി ആരാടാ ഇപ്പൊ കണ്ടങ്ങള്? ഇപ്പൊ അവിടെ പറഞ്ഞോ? ഇപ്പൊ അവിടെ പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞു അക്കിമാമിട്ട് പറയാതെ വന്നാട്ടോ ഗൾഫിൽ നിന്ന്. അക്കിമാമ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇമ്മി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ. വെയിറ്റ് ഓരോ എക്സ്പ്രഷനെ പോയി കാണാൻ പോകും. സർപ്രൈസ്. അല്ലാ സോറി. വളരെ അടിപൊളിയായിട്ട് സ്നേഹാണ് ചീറിയതെന്ന്. അല്ല ഷിമോ അല്ല നിക്ക് ഇവിടെ കാണാനടാ അതിനുള്ളൂ കൂടി. ആ
അഷിന്റെ എൻട്രി ആണ്, അഷിന്റെ എൻട്രി. സൂപ്പർ ആയിക്കണ്ടാ, അടിപൊളി ആയിക്കണ്, അടിപൊളി അടിപൊളിയാണ് കാണാന്. ഊരിനുള്ളേ ദിസ് ഈസ് ഷെബുവിന്റെ സിസ്റ്റർ തസ്നി. നമ്മളെ ഷെബുവിന്റെ ഉമ്മാന്റെ സിസ്റ്ററെ മോള് ഒരു വീഡിയോയിൽ എടുത്തിക്കണം, എന്നാലും പറഞ്ഞു അത് കാണാത്തോലും ഉണ്ടാവും ഇപ്പോ. അപ്പൊ അടിപൊളി, രണ്ടാളും നിങ്ങൾ രണ്ടാളും ഒരേമാതിരി സാരി. ആ വർക്ക് അടിപൊളി, ഫോട്ടോ എടുത്തരാം. എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം? ഇന്ന് രാവിലെ കൊണ്ടേ അടുപ്പിച്ച ഞാൻ കുട്ടിയും ചുപ്പയാണ്. അല്ല അദീമല്ല, മുജീറ്റോ പെണ്ണോ തരണ്ട. ചെറുക്കനവിടെ ഷെബു, അമ്മ ഷെബുനെ കണ്ടില്ലേ? എടി എങ്ങനെ ഇബിയ ഡ്രസ് എങ്ങനെയുണ്ട്? അങ്ങനെ മീറ്റൊക്കെ എത്തിയിട്ടാ, മീറ്റും വന്നു. സ്റ്റേജുമ്പോൾ വൻ ഫോട്ടോ എടുപ്പാണ് അശ്വിൻ്റെ ഫ്രണ്ട്സ്. അതാണ് ഇവിടെ ഇൻ്റെ കുട്ടിക്ക് ഈ സെയിം ഡ്രസ്സ് അടുപ്പിച്ചത് ചൂടുകൊണ്ടാണ് കേട്ടോ. ഇന്നലത്തെ എന്താ മെഹന്തി നൈറ്റിന് ജുബിട്ടിട്ട് ചൂടും പൊക്കി എടുത്തിട്ടേ എൻ്റെ കുട്ടിക്ക് ഭയങ്കര അടുങ്ങേറായിരുന്നു. എൻ്റെ കുഞ്ഞുട്ടോ ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിക്കാണ്. ഇപ്പോൾ അളിയനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞുട്ടാ ഫുഡ് കഴിക്കണം. പരിപാടിയൊക്കെ ഓരോരോ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു കൊടുക്കുന്നുണ്ട്. പെങ്ങള് കുട്ടനെ ഒക്കെ ഇപ്പൊ കാണുക കേട്ടോ. ഞങ്ങൾ ഗൾഫിൽ വന്നിട്ട് ഇവള് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായില്ലല്ലോ. അല്ല നിങ്ങൾ കളർ മാച്ച് ആക്കിക്ക. അല്ല നിങ്ങൾ കളർ മാച്ച് ആക്കിക്ക. പഫാല ഡ്രസ് കാണിച്ചടി. ഡ്രസ് അടിപൊളിയടി, ഇത് സെറ്റ് അടി. രണ്ടാളും ഒരേ മാതിരി കേട്ടോ, സെറ്റ്. ഇന്റെ പൊന്നും കുട്ടാണ്, ഇന്റെ പൊന്നും കുട്ടി. ഇവിടെ ഞാൻ ഫസ്റ്റ് കാണാണ് സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ട്. ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞ് പ്രസവിച്ചത് പെങ്ങള്. വേണ്ട ഇന്റെ പൊന്നും കുട്ടി, ഇന്റെ പൊന്നും കുട്ടി, ഇന്റെ പൊന്നും കുട്ടി. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ. എന്താടി ആർക്കാ? അപ്പോൾ അതാക്കണേ ഫുഡ് നമ്മളെ ചെക്കനും പെണ്ണിൻ്റെ ഫാമിലിക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ആട്ടോ. ഉണ്ടോ അടിപൊളി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ സീറ്റിലാണ്.
ഷെബുവിൻ്റെ അമ്മായിമാരും ചെക്കൻ്റെ ഫാമിലി പെണ്ണിൻ്റെ ഫാമിലി അമ്മായിമാരും അമ്മായിമാരുടെ മക്കളും ടാറ്റ പറഞ്ഞ ആ പാപ്പ മാമനപ്പം പോവാച്ചി അതാണ് ബേസ്കന്റെ കുട്ടി. ഓക്കെ പോവാ ഇറങ്ങി ഞങ്ങൾ വരണം പോവാണ് എല്ലാവരും പോവാണ് ഇമ്മീറ്റും പോവാട്ടോ ഉമ്മ ഞങ്ങളിലേക്ക് പോവല്ലേ ഇത് വാവന്റെ അമ്മായിമ്മയാണ് വാവന്റെ അമ്മായിമ്മ ഇമ്മീറ്റും പോവാണ് നോക്കെ ഞാൻ ഫോട്ടോസ് ഉണ്ട് പോവാ അപ്പൊ നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണ്ടേ ഓക്കെ ബൈ ടാറ്റാ നാളെ വരാം ഓക്കെ ഇപ്പം മീറ്റും പോയിട്ടോ കല്യാണം കഴിഞ്ഞ് അടിപൊളിയായിട്ട്. വെഡിങ് മാരേജ് ഇവന്റ് കൊടുത്തിരുന്നത് ബ്ലാക്ക് ഒലിമ്പിക്സിനായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കത് കിട്ടിയത് നമ്മുടെ ഉമേഷ്കാരുടെ വകയാണ്. അപ്പൊ നമുക്കിത് ഫുഡൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാരും പറ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോൽക്കി പിന്നെ നമ്മുടെ മെഹന്തി വെഡിങ്ങും നല്ല അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു. സ്റ്റേജും ഒക്കെ ഡെക്കറേഷൻസും അതന്നെ അശ്വിന്റെ നമ്മളെ ഡ്രീമി വെഡിങ് ആയിരുന്നു ഇത്. അശ്വിക്ക് പ്ലാൻ ചെയ്ത് അതുപോലെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൊടുത്ത എന്തായാലും വേസ്റ്റ് ആയിട്ടില്ല, നല്ല അടിപൊളി ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓക്കെ ആയിട്ടുണ്ട്.